അടുത്തതായിട്ട് തിയറം 2.26 ആണ്. ലെറ്റ് ടി ഫ്രം വി ടു ഡബ്ല്യു ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വേർ വി ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആൻഡ് ഡബ്ല്യു ഈസ് എനി വെക്ടർ സ്പേസ്. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ടി എന്ന് പറയുന്നത് വി ടു ഡബ്ല്യു ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. വി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസും ഡബ്ല്യു എന്ന് പറയുന്ന എനി വെക്ടർ സ്പേസുമാണ്. അങ്ങനെയാണ് താഴെ പറയുന്ന കാര്യങ്ങൾ ട്രൂ ആണ്. ഒന്ന്, ടി ഈസ് ഇൻജക്റ്റീവ് ഇഫ് ആൻഡ് ഉള്ളി റാങ്ക് ഓഫ് ടി സീറോ ഡയമെൻഷൻ വി. രണ്ടാമത്, ടി ഈസ് സർജക്റ്റീവ് ഇഫ് ആൻഡ് ഉള്ളി റാങ്ക് ഓഫ് ടി സീറോ ഡയമെൻഷൻ ഡബ്ല്യു. ഇഫ് dimension v zero dimension w, then t is injective and only if t is surjective. If dimension v greater than dimension w, then t is not injective. If dimension v less than dimension w, then t is not surjective. നോക്കൂ, ടി എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതിന് പ്രൂഫ് ഇല്ല, പക്ഷേ നമ്മളിതൊന്ന് മനസ്സിലാക്കി വെക്കണം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് എനി വെക്ടർ സ്പേസ്. വി ഫൈനൈറ്റ് ഡയമെൻഷനാണെന്ന് ഓർക്കുക. അങ്ങനെയാണ് ടി ഇൻജക്റ്റീവ് ആണെങ്കിൽ റാങ്ക് ഓഫ് ടി ഡയമെൻഷൻ വി സെയിം ആയിരിക്കും. സർജക്റ്റീവ് ഇഫ് ആൻഡ് ഡി റാങ്ക് ഓഫ് ടി ഡയമെൻഷൻ ഡബ്ല്യു ആണ് സെയിം. ഇനി ഡയമെൻഷൻ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഡബ്ല്യു ആണെങ്കിൽ ദെൻ ടി ഈസ് ഇൻജക്റ്റീവ് ആൻഡ് ഉള്ളി ടി സർജക്റ്റീവ് ആയിരിക്കും. ഡയമെൻഷൻ ബി ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഡബ്ല്യു ആണെങ്കിൽ ടി ഈസ് നോട്ട് ഇൻജക്റ്റീവ്. ഡയമെൻഷൻ ബി ലെസ് ദാൻ ഡയമെൻഷൻ ഡബ്ല്യു ആണെങ്കിൽ ടി ഈസ് നോട്ട് സർജക്റ്റീവ്. ഓക്കെ, ഐസോമോർഫിസംസ് അടുത്തതായിട്ട് വരുന്നതാണ് ഐസോമോർഫിസംസ്. ഇഫ് എ ബി ആർ non-empty sets, then any function f from a to b is bijective if and only there exists a function g from b to a such that g composition f is equal to I and f composition g is equal to ib. എയും ബിയും നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. ദെൻ എനി ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ബൈജക്റ്റീവ് ആൻഡ് ഓൺലി ഇഫ്. എന്താണ് ഒരു ബൈജക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈജക്ഷൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ബൈജക്ഷൻ ആവണമെങ്കിൽ തിരിച്ച് ജി എന്നൊരു പറയുന്ന ഫംഗ്ഷൻ അതിൻ്റെ കോഡമേനിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടുണ്ടായിരിക്കണം. സച്ച് ദാറ്റ് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടണം. ജി കോമ്പോസിഷൻ ഇഫ് ഐ എന്ന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഡൊമെയിനും ജിയുടെ ഡൊമെയിനും അതിന് വരുന്നത്. അപ്പോൾ എഫിൻ്റെ ഡൊമെയിൻ ഇവിടെ എ ആണ്, അപ്പോൾ അവിടെ ഐഡൻറ്റിറ്റി ഏതാ? ഐ എ ആണ്. ഇനി എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുമ്പോൾ ജിയുടെ ഡൊമെയിൻ ഏതാ? ബി ആണ്, അവിടുത്തെ ഐഡൻറ്റിറ്റി ഐ ബി ആണ്. വേർ ഐ ബി ആൻഡ് ഐ എ ആൻഡ് ഐ ബി ഡിനോട്ട് ദി ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഓൾസോ കോൾഡ് ഇൻവേർട്ടിബിൾ ആൻഡ് സച്ച് എ ഫംഗ്ഷൻ ജി ഈസ് കോൾഡ്. അപ്പം വേർ ഐ എ ആൻഡ് ഐ ബി ഡിനോട്ട് ദി ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ്. ഐ എ ഐ ബി ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് ആണ്. എ ബൈജക്റ്റീവ് ഫംഗ്ഷനെ നമ്മൾ ഇൻവേർട്ടിബിൾ. A bijective function is also called invertible and such a function G is called an inverse. Bijective function നമ്മൾ എപ്പോഴും ഇൻവേർട്ടിബിൾ എന്ന് പറയും. And such a function G is called an inverse of f. It may be noted that if f from a to b invertible ആണെങ്കിൽ then its inverse is unique indeed. f ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും യുണീക്ക് ആയിരിക്കും എപ്പോഴും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. രണ്ട് ഇൻവേഴ്സ് ഇല്ല എന്നുള്ളതാണ് അടുത്തായിട്ട് പ്രൂവ് ചെയ്യുന്നത്. G1 G2 ഉണ്ടെന്ന് എടുക്കുന്നു. അപ്പോൾ G1 നമുക്ക് G1 കോമ്പോസിഷൻ ഐ ബി എന്ന് എഴുതാമല്ലോ. ഐഡൻറ്റിറ്റിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു മാറ്റവും വരത്തില്ല. അപ്പോൾ G1 കോമ്പോസിഷൻ ഐ ബിക്ക് വരെ എഫ് കോമ്പോസിഷൻ G2 കൊടുത്തു. ഇനി G1 കോമ്പോസിഷൻ അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. G1 കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എ ആണ്. ഐ എ കോമ്പോസിഷൻ G2 എന്ന് പറഞ്ഞാൽ G2 തന്നെയാണ്. അപ്പോൾ രണ്ട് സെയിം ആണെന്ന് മനസ്സിലായല്ലോ. അടുത്തായിട്ട് തിയറം 2.27. Let T from V to W be a linear transformation, then T is bijective if and only there exists a linear transformation S from W to V such that ST is equal to IV and TS is equal to IW. ബൈജക്ഷൻ ഇഫ് ആൻഡ് only if ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരു തിയറമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. ഫർദർ സച്ച് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എസ് ഇസ് യൂണീക്ക്. സപ്പോസ് T from V to W ബൈജക്റ്റീവ് ആണെന്ന് എടുക്കുക. ഫോർ എവരി വൈ ബിലോങ്സ് ടു ഡബ്ല്യു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബൈജക്റ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു എസ് ഉണ്ടാവും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് T from V to W is bijective for every y belongs to W. There exists a unique x belongs to V such that Tx is equal to y. അപ്പം നമുക്ക് y എന്ന് പറയുന്ന ഡബ്ല്യുവിനകത്തു നിന്നാണ് എടുക്കുന്നത്. ദെൻ there is a unique x belongs to V such that Tx is equal to y ആവുന്ന രീതിയിൽ ഒരു എക്സ് ഉണ്ടാവുമല്ലോ. ദിസ് കറസ്പോണ്ടൻസ് ഓഫ് y to x defines a function s from w to v with s by is equal to x. അപ്പം നമ്മൾക്ക് എന്താ ഉള്ളത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ T from V to W ബൈജക്റ്റീവ് ആണെന്ന് വിചാരിക്കുക. ഫോർ എവരി വൈ ബിലോങ്സ് ടു ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഏതൊരു എക്സ് എടുത്താലും അപ്പുറത്തൊരു യുണീക്ക് വൈ ഉണ്ടായിരിക്കും. എക്സിനും വൈക്ക് കറസ്പോണ്ടിങ് യുണീക്ക് എക്സ് ഇപ്പുറത്തുണ്ടായിരിക്കും. T x is equal to y ആവുന്ന രീതി. ദിസ് കറസ്പോണ്ടൻസ് അപ്പോൾ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തൊരു എക്സ് ഉണ്ടെന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു ഫംഗ്ഷൻ എസ് ഫ്രം ഡബ്ല്യു നിന്ന് വിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. എസ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. ടു ഷോ ദാറ്റ് എസ് എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ y1 y2 w എന്ന് എടുക്കുന്നു. കാരണം എസിൻ്റെ ഡൊമെയിൻ w ആണ്. ആൽഫ f എന്ന് എടുക്കുന്നു. അങ്ങനെയാണ് യുണീക്ക് വെക്റ്റേഴ്സ് കിട്ടും. y1 y2 w എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് y1 y2 w എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x1 x2 v കിട്ടും. tx1 ഈക്വൽ ടു y1 ആൻഡ് tx2 ഈസ് ഈക്വൽ ടു y2. ദെൻ y1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? x1 എന്നും കിട്ടും. y2 എന്ന് പറയുന്നത് x2 എന്നും കിട്ടും. കാരണം y1 ഉം y2 ഉം എസിൻ്റെ ഡൊമൈനിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇപ്പുറത്തെ രണ്ട് x1 x2 ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. y1 പ്ലസ് ആൽഫ y2 ഈക്വൽ y1 പകരം കൊടുക്കുന്നു. tx1 പ്ലസ് ആൽഫ tx2 ഈക്വൽ ടു t കോമൺ എടുത്തു. x1 പ്ലസ് ആൽഫ x2 ഈക്വൽ ടു st എന്തായിട്ട് മാറും? നമുക്ക് x1 പ്ലസ് ആൽഫ x2 എസിൻ്റെ ഇവിടെ ചേരുമ്പം അതായത് x1 പ്ലസ് ആൽഫ x2ന് കറസ്പോണ്ടിങ്, അത് എസ് കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ അത് തന്നെയല്ലേ കിട്ടുക നമുക്ക്. x എന്ന് പറയുന്ന w കിടക്കുന്ന സാധനം, അതിനകത്ത് കിടക്കുന്നതിൽ തിരിച്ച് അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 പ്ലസ് ആൽഫ x2 ആണ്. ഈക്വൽ ടു y1 ആണ് x1, y2 ആണ് x2. ഇപ്പോൾ y1 പ്ലസ് ആൽഫ y2 എന്ന് പറയുന്നത് y1 പ്ലസ് ആൽഫ y2 എന്ന് കിട്ടി. എസ് എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷനായി. ഫർദർ tx is equal to sy is equal to x is equal to iv of x and t(s). അപ്പോൾ tx എന്ന് പറയുന്നത് എന്ത് കിട്ടി? sy is equal to x എന്ന് കിട്ടി, ഈക്വൽ ടു iv of x. ആൻഡ് t(sy) is equal to എന്തെന്ന് കിട്ടി? t(syക്ക് വരെ എന്ത് കിട്ടി? x കിട്ടി, ഈക്വൽ ടു y is equal to iw of y എന്ന് കിട്ടി. അപ്പം st of x എന്ന് പറയുന്നത് st എന്ന് പറയുന്ന iv-യും sts എന്ന് പറയുന്ന iw-യും കിട്ടി. ഓക്കെ, കോൺവേഴ്സ്ലി ഇപ്പം നമ്മൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്ന് എടുക്കുക. st iv ആണ്, ts iw ആണ്. നമുക്കിത് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ ഫോർ എനി എക്സ് ബിലോങ്സ് ടു ബി ഇഫ് tx is equal to 0 ആണെങ്കിൽ നൾ സ്പേസ് 0 എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇൻജക്റ്റീവ്, അതായത് 1 1 എന്ന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ 1 1 1 ആണെങ്കിൽ ഇത് ബൈജക്റ്റീവ് ആയി മാറും. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. tx is equal to 0 ദെൻ s(tx is equal to 0) എന്ന് കിട്ടും. കാരണം എസും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം tx 0 ആണെങ്കിൽ s(tx) എന്ത് കിട്ടും? 0 കിട്ടും. ഇനി st is equal to iv ആയതുകൊണ്ട് നമുക്ക് x is equal to എന്തെന്ന് കിട്ടും? ഐഡൻറ്റിറ്റി ആണല്ലോ st എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് 0 കിട്ടുന്ന ആർക്കായി? 0യ്ക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ x നമുക്ക് 0 കിട്ടും. st of x 0 എന്നല്ലേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് 0 ആണെങ്കിൽ എക്സും എന്തായിരിക്കും? 0 ആയിരിക്കും. st അപ്പോൾ iv ആയിരിക്കും. ഹെൻസ് നൾ സ്പേസിനകത്ത് 0 മാത്രമേ ഉള്ളൂ. Consequently t is 1 to 1. Further, for any y belongs to w, ഏതൊരു y w-നകത്തു നിന്നൊരു y എടുത്താലും y ഈസ് ഈക്വൽ ടു നമുക്ക് iw of y ആണ്. ഈക്വൽ ടു iw-ന് വരെ നമുക്ക് tsy എന്ന് കൊടുക്കാം. ഈക്വൽ ടു t of sy എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക്? അതായത് ഏതൊരു y എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അപ്പുറത്തൊരു വെക്ടർ ഉണ്ടെന്ന് കിട്ടിയില്ലേ? അപ്പോൾ t കൊണ്ടുവന്നത് കിട്ടും. ദെയർഫോർ t ഈസ് ബൈജക്റ്റീവ്. ഫോർ യുണീക്നെസ്സിന് വേണ്ടിയിട്ട് s1ഉം s2ഉം നമ്മൾ w-ന്ന് v-യിലേക്ക് എടുത്തു. സച്ച് ദാറ്റ് s1t ഈസ് ഈക്വൽ ടു iv ഈസ് ഈക്വൽ ടു s2t. അതേപോലെ ts1 ഈസ് ഈക്വൽ ടു iw ഈസ് ഈക്വൽ ടു ts2. ദെൻ ഫോർ എവരി y ബിലോങ്സ് ടു w ദർ വി ഹാവ് s1y ഈസ് ഈക്വൽ ടു s1 ts2y ഈസ് ഈക്വൽ ടു. അതായത് നമുക്ക് ഈ പറഞ്ഞ s1 s2 സെയിം ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ s1y ഈസ് ഈക്വൽ ടു s1 വൈക്ക് പകരം എന്ത് കൊടുത്തു? നമ്മൾ വൈക്ക് പകരം ts2 of y എന്ന് കൊടുത്തു. ts2 of y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ts2 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണല്ലോ, തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പം വൈക്ക് പകരം ts2 എന്ന് കൊടുത്ത് ts2 കൊടുത്താലും ഐഡൻറ്റിറ്റി ഓഫ് y എന്ന് പറയുന്നത് y തന്നെ. ts2y ഈക്വൽ ടു s1t s2y ഈക്വൽ ടു s1t എന്ന് പറയുന്നത് വീണ്ടും ഐഡൻറ്റിറ്റിയാണ്. s2y എന്ന് കിട്ടും. അപ്പോൾ s1y = s2y എന്ന് കിട്ടും. ഫോർ എവരി വൈക്ക് സെയിം ആണെങ്കിൽ s1 = s2 ആയിരിക്കും. അപ്പോൾ ഇതെന്തായി? യുണീക്നെസ്സും ആയി.